Hi, welcome to Kalavara. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചട്ടി പത്തിരി. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വലിയ 2 സവാള കനം കുറച്ചിരുന്നത്, ചിക്കൻ 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ്, അത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് പൾസ് ബട്ടണിലിട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ വേണ്ടത് 4 മുട്ട, അത് വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മൈദാമാവ് അതിന് ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നെയ്യ്, പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന പൊടികളൊക്കെ ചെയ്യുമ്പോൾ പറയാം. പാൻ ചൂടായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, സവാള, ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ ഉപ്പിട്ട് വേവിച്ചാണ്, അത് കൺസിഡർ ചെയ്തിട്ട് വേണം ഉപ്പ് ചേർക്കേണ്ടത്. പച്ചമുളക് 3 പച്ചമുളകാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ച ചിക്കൻ എല്ലാം മിക്സ് ചെയ്തിട്ട് എരിയും ഉപ്പുമൊക്കെ ഒന്ന് നോക്കണം. എല്ലാം കണക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില, ഇതുപോലെ 2 പിടി. സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഗരം മസാലപ്പൊടി ചേർത്താൽ മതി. ഗരം മസാലപ്പൊടിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന ദോശ തയ്യാറാക്കണം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന 1 കപ്പ് മാവാണ്, മൈദാമാവ്, ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട പൊട്ടിച്ച് വയ്ക്കാം, വെള്ളം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പാണ്. ഒറ്റ ഇതിന് നമുക്കിതിൻ്റെ അളവ് പറയാൻ പറ്റത്തില്ല. ഒന്ന് അടിച്ച് നോക്കിയിട്ട് അത് കറക്റ്റാണെന്ന രീതിയിൽ മാത്രമേ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന് അടിച്ച് നോക്കാം. ഇതാണ് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് കട്ടിയായത്, ഒരുപാട് ലൂസും ആയത്. ചെറിയ തീയിലിട്ട് വേണം ദോശ ചുട്ടെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാം. ദോശയെല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. 7 എണ്ണമാണുള്ളത്. ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ സൈസ് നോക്കേണ്ടത് നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം നോക്കേണ്ടത്. ഇതിൻ്റെ അടിവശം കണ്ടോ, ഇതിൻ്റെ ഇത്രയും ഇതാണ് ഇതിൻ്റെ വലിപ്പം. ആ സൈസിലാണ് ദോശ ചുട്ട് വെച്ചിരിക്കുന്നത്. ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ സൈഡിലൊക്കെ അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. പെട്ടെന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇത് മാറ്റി വയ്ക്കാം. ഈ ദോശ മുക്കിയെടുക്കാനുള്ള മിക്സ് തയ്യാറാക്കാം. 3 മുട്ടയാണ് അതിനെടുക്കുന്നത്. കാൽ ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് പാല് എല്ലാം കൊണ്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഓരോ ദോശയും നമ്മളിപ്പോൾ അടിച്ചെടുത്ത് മിക്സിൽ മുക്കി ഇതിലേക്ക് ഒഴിക്കാം. ഈ ദോശ ഇങ്ങനെ ചുട്ട് വയ്ക്കുമ്പോൾ ഒട്ടിപ്പോകാതിരിക്കാൻ നോക്കണേ. ഇതിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കണം. അരികിനോട്ട് പോകരുത്. ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാതെ നോക്കിക്കൊള്ളണം. ഇതിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കണം. ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ദോശയും കൂടെ വയ്ക്കാം. നമ്മൾ ഈ എടുത്തത് മുട്ട വലിയ മുട്ടയായിരുന്നു 3 മുട്ട എടുത്തത്. ചെറിയ മുട്ടയാണ് നിങ്ങൾ എടുക്കുന്നതെന്നതിൽ 4 എണ്ണം എടുക്കണം. ഇനി ഇത് ഇതിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായി കിടക്കുന്ന തവയുടെ മുകളിലേക്ക് വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇടുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ലോയിലിടണം. ഇതിൻ്റെ അരി ഇങ്ങനെ വിട്ട് വരും. അതാണ് എൻ്റെ പാകം. ഓൾവശത്ത് നോക്കി കഴിഞ്ഞാൽ പച്ചയായിട്ടങ്ങ് ഒന്നും ലിക്വിഡോ ഒന്നും കാണാതെ വെന്തിരിക്കുന്നു. സമയം എത്ര എടുക്കുന്നു കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഓരോ സ്റ്റൗ ഓരോ രീതിയിലായിരിക്കും. ചിലത് ഫ്ലെയിം കൂടുതൽ കാണും, ചിലത് കുറവായിരിക്കും. നമുക്കിത് നോക്കാം. അതിൻ്റെ മോൾ ഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ അരികൊക്കെ വിട്ടു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയതിന് ശേഷം അതൊന്ന് ഈ ഭാഗം ഒന്ന് മുരിച്ചെടുക്കാം. ചട്ടിപ്പത്തിരി മറ്റൊരു എണ്ണ നിറവിയ പാത്രത്തിലേക്ക് കമഴ്ത്തിയാണ്. മറുഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. ഈ തവയിൽ വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് മുരിച്ചെടുക്കാം. ആവശ്യത്തിന് മുരിഞ്ഞ് കാണും. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചട്ടിപ്പത്തിരി വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടിപ്പത്തിരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനുവേണ്ടി നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ സൈസ് നമ്മൾ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അതേ അളവിലുള്ളതായിരിക്കണം. അല്പം കൂടി നിന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം എനിക്കിതിന് 18 മിനിറ്റാണ് എടുത്തത്. എല്ലാ ആഴ്ചയിലും ഈ ഒരു സ്പെഷ്യൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കാണാൻ മറക്കരുത്.
ഇതാ ഓരോ ലെയറും എത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.